ഈ വർഷത്തെ വാർഷിക പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ പറയും. എഴുത്തുകാരനായ ഏഴാച്ചേരി രാമചന്ദ്രനെ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ടുള്ള ഒരു കുറിപ്പ് നോക്കാം. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ. ഇതൊരു സിനിമ പാട്ടാണ്. ഈ സിനിമ പാട്ട് രചിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു ലഘു കുറിപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കവിതകളിലൂടെ ആവിഷ്കരിച്ച ശ്രദ്ധേയനായ കവി 1944 കോട്ടയം ജില്ലയിലെ ഏഴാച്ചേരിയിൽ ജനിച്ചു. നമ്മൾ ഒരു കവിയെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് എഴുതുമ്പോൾ ആ കവിയുടെ മുഴുവൻ പേരെഴുതണം. തൂലികാ നാമമുണ്ടെങ്കിൽ അതെഴുതണം. അദ്ദേഹത്തിന്റെ ജനന വർഷവും തീയതിയും അറിയുമെങ്കിൽ അതും കൂടി എഴുതണം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്തെല്ലാമെന്ന് എഴുതണം. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യവും നമ്മളുടെ ഈ കുറിപ്പിൽ സൂചിപ്പിക്കേണ്ടതാണ്. ഏഴാച്ചേരി രാമചന്ദ്രനെ കുറിച്ചുള്ള ലഘു കുറിപ്പ് നോക്കാം. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കവിതകളിലൂടെ ആവിഷ്കരിച്ച ശ്രദ്ധേയനായ കവിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. 1944 കോട്ടയം ജില്ലയിലെ ഏഴാച്ചേരിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആർദ്ര സമുദ്രം, കാവടി ചിന്ത്, ബന്ധുരാംഗീപുരം, ജാതകം കത്തിച്ച സൂര്യൻ, നീലി, കയ്യൂർ എന്നീ കവിതാ സമാഹാരങ്ങളും സണ്ണിച്ചെറുക്കനും സംഗീത പെങ്ങളും, അമ്മ വീട്ടിൽ പക്ഷി എന്നീ ബാലസാഹിത്യ കൃതികളും, കാറ്റ് ചിക്കിയ തെളിമണലിൽ എന്ന ഓർമ്മ പുസ്തകവും രചിച്ചു. ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത കഥകൾ സൂചിപ്പിക്കുന്നു. ഏഴാച്ചേരി രാമചന്ദ്രന് ലഭിച്ച പുരസ്കാരങ്ങൾ നോക്കാം. 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1995 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, 2015 കേരള സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ അവാർഡ്, 2020 വയലാർ അവാർഡ്, 2015 കവിതയ്ക്കുള്ള അബുദാബി ശക്തി അവാർഡ്, 2016 ആശാൻ കവിതാ സമ്മാനം എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ നാടക ഗാന രചനയ്ക്ക് 3 തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചു. അദ്ദേഹം ധാരാളം സിനിമ നാടക ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്.